ഈ അഭിപ്രായം പറഞ്ഞ ഈ വനിതാ നേതാക്കളെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണെന്ന് അറിയാമോ? ആ പി ടി തോമസ് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി എത്ര വലിയ സേവനം ചെയ്ത ആളെന്നറിയാമോ? എന്തൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ ഉറച്ചു നിന്ന ആളെന്നറിയാമോ? അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ കുറിച്ച്, അവർ വലിയ രാഷ്ട്രീയ നേതാവൊന്നുമല്ല, പക്ഷേ ഈ കോൺഗ്രസിന്റെ ഒരു MLA ആണ്. അവരെ കുറിച്ചൊക്കെ ഈ കോൺഗ്രസിന്റെ ചില സൈബർ ഗുണ്ടകൾ എഴുതിയിട്ടുള്ള സാഹിത്യം ഞാൻ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഷാനിമോൾ ഉസ്മാനെ കുറിച്ച് എത്ര സീനിയർ ആയിട്ടുള്ള നേതാവാണ്, ഇല്ലേ? എത്ര ഗൗരവത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആ സഹോദരിയെ കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചത് ഷഫീർ അതൊക്കെ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കുക. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ കോൺഗ്രസ് സംസ്കാരം? ഇതൊക്കെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ? ഏഷ്യാനെറ്റ് കാണുന്നവർ മാത്രമല്ല, ലോകത്തുള്ള ആളുകൾ മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് ഇവര് സൈബർ സ്പേസിൽ എഴുതിയിരുന്ന സാഹിത്യം. ഇവരിങ്ങനെ ഉമാ തോമസിനെയോ അല്ലെങ്കിൽ ജബി മേത്തനെയോ ഷമ മുഹമ്മദിനെയോ അതുമല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനെയോ ലാലി വെൻസെന്റിനെയോ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പുലഭ്യം പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇല്ലാതാവുമൊന്നുമില്ല. ആ കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഇതാണ്, ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാത്തത് നിങ്ങൾ ദൗർബല്യമായിട്ട് കണക്കാക്കുന്നതിന് പകരം അതിന്റെ പുറത്ത് വീരസ്യം പറയുന്നത് വളരെ മോശമാണ്. തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല.